എല്ലാ മനുഷ്യരും അറിയേണ്ട ഒരു കാര്യം, പാപം ചെയ്യുമ്പോൾ അല്പം സന്തോഷം ലഭിക്കുമെങ്കിലും പാപം നമ്മളെ തിരിഞ്ഞു പിടിക്കുന്ന ഒരു സമയമുണ്ട്. The sin will find you out. നിന്റെ പാപം നിന്നെ പിടിക്കും. സഭാപ്രസംഗി 8-ാം അധ്യായം, പെട്ടെന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. The book of Ecclesiastes chapter 8 verse 11. The book of Ecclesiastes chapter 8 verse 11. സഭാപ്രസംഗി 8:11. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. Because sentence against an evil work is not executed speedily, therefore the heart of the Son of Man is fully set into do evil. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായുണ്ട് എന്ന് പറഞ്ഞാൽ, കൈക്കൂലി മേടിച്ചു ഉടനെ പിടിക്കപ്പെട്ടില്ല, മോഷ്ടിച്ചു ഉടനെ പിടിക്കപ്പെട്ടില്ല, പോക്കറ്റടിച്ചു ഉടനെ പിടിക്കപ്പെട്ടില്ല, വ്യഭിചാരം ചെയ്തു ഉടനെ പിടിക്കപ്പെട്ടില്ല. ഉടനെ അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത്, എനിക്ക് വീണ്ടും കൈക്കൂലി വാങ്ങാം, എനിക്ക് വീണ്ടും വ്യഭിചാരം ചെയ്യാം, എനിക്ക് വീണ്ടും മോഷ്ടിക്കാം, എനിക്ക് വീണ്ടും കളവ് പറയാം എന്നിങ്ങനെ ഒരു പ്രവണത മനുഷ്യരുടെ ഹൃദയത്തിൽ കാണാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവസരം നൽകുകയാണ്. ഈസ് ഗിവിങ് യു ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ഓപ്പർച്യൂണിറ്റി. ഒരവസരം തന്നു, തെറ്റ് ചെയ്തു, ദൈവം കാത്തു നിൽക്കുകയാണ്. അവൻ്റെ മനസ്സാക്ഷിയിൽ കൂടെ അവന് കുറ്റബോധം വരുമ്പോൾ അവൻ ഏറ്റുപറയുമോ? ആ പാപം ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുമോ? വ്യഭിചാരം ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുമോ എന്ന് ദൈവം കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് കൊണ്ട് വീണ്ടും പാപം ചെയ്യുവാൻ, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു, വീണ്ടും കൈക്കൂലി വാങ്ങാൻ ധൈര്യപ്പെടുന്നു, വീണ്ടും വ്യഭിചാരം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു, വീണ്ടും മോഷ്ടിക്കുവാൻ ധൈര്യപ്പെടുന്നു, വീണ്ടും കളവ് പറയുവാൻ ധൈര്യപ്പെടുന്നു. എന്നാൽ ദൈവം നമ്മുടെ തെറ്റ് അറിഞ്ഞില്ല എന്നുകൊണ്ടല്ല. യെരമ്യാ പ്രവചനം 16:17. The book of Jeremiah chapter 16 verse 17. നാം ചെയ്ത കുറ്റം ദൈവം അറിയായികൊണ്ടല്ല. ജെരമ്യ ചാപ്റ്റർ 16 verse 17. യെരമ്യാ പുസ്തകം 16:17 വായിച്ചാൽ, എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു, അവയെ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല, അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. For mine eyes are upon all their ways, they are not hid from my face, neither is their iniquity hid from mine eyes. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ പെട്ടെന്ന് കൊടുത്തില്ല, പെട്ടെന്ന് ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ ചിന്തിച്ചു പോകും, ദൈവം കണ്ടില്ല എന്ന്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ഇവിടെ വായിക്കുന്നത്, എൻ്റെ ദൃഷ്ടി അവിടെ എല്ലാ വഴികളിലും ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ വഴികളും കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിന് പെട്ടെന്ന് അവൻ ശിക്ഷ നൽകിയില്ലെങ്കിലും അവൻ്റെ കണ്ണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതോടുകൂടെ എസെക്കിയേലിൻ്റെ പ്രവചനം 11:5 കൂടെ വായിച്ചാൽ, എസെക്കിയേൽ, the book of Ezekiel chapter 11 verse 5. book of Ezekiel chapter 11 verse 5. അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണ് എന്നോട് കൽപ്പിച്ചത്, നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. I know the things that come in your mind, every one of them. I know the things that come in your mind. All your ways are before me, and I know the things that come in your mind, every one of them. നമ്മുടെ എല്ലാ വഴികളും ദൈവം അറിയുന്നു. അതുകൂടാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെയും യഹോവയായ ദൈവം അറിയുന്നു. അപ്പോൾ നിങ്ങളുടെ പാപത്തെ പെട്ടെന്ന് ദൈവം ശിക്ഷിച്ചില്ല എങ്കിൽ ദൈവം കണ്ടില്ല, ദൈവം അത് അറിയുന്നില്ല എന്ന് ചിന്തിക്കാതെ മനസ്സലിവോടുകൂടെ നിങ്ങൾക്ക് അവസരങ്ങൾക്ക് പകരം അവസരങ്ങൾ തന്ന്, God with all love and mercy giving you opportunities after opportunities so that you may repent and come to God.
ദൈവം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവസരം തരുന്നത് എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ നമ്മുടെ എല്ലാ വഴികളും അവൻ്റെ മുൻപിലിരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ മനസ്സിൽ സഹോദരനെതിരായി ചിന്തിച്ചത്, സഹോദരിക്കെതിരായി ചിന്തിച്ചത്, മാതാപിതാക്കൾക്കെതിരായി ചിന്തിച്ചത്, ബിസിനസ് പാർട്ട്ണർക്കെതിരായി ചിന്തിച്ചത്, അയൽവക്കാർക്കെതിരായി ചിന്തിച്ചത്, കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരായി ചിന്തിച്ചത്, ഇതെല്ലാം ദൈവത്തിന് മുൻപിലുണ്ട്. നമ്മുടെ സകല വഴികളും അവൻ്റെ മുൻപിലുണ്ട്. അതുകൂടാതെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പോലും യഹോവയായ ദൈവം എവ്രി വൺ ഓഫ് ദം വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്. എവ്രി വൺ ഓഫ് ദം, ഓരോന്നും ദൈവം അറിയുന്നു. യെരമ്യാ പ്രവചനം 17:1 വായിച്ചാൽ, ദ ബുക്ക് ഓഫ് Jeremiah chapter 17 verse 1. യെരമ്യാ പ്രവചനം 17:1. യഹൂദയുടെ പാവം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അതവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. The sin of Judah is written with a pen of iron and with the point of a diamond. It is graven upon the tables of their heart and upon the horns of your altars. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. ഏറ്റവും കട്ടി കൂടിയതാണ് വജ്രം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഗ്ലാസ് ഒക്കെ മുറിക്കാൻ വജ്രമാണ് ഉപയോഗിക്കുന്നത്, വജ്രത്തിൻ്റെ മുന. അപ്പോൾ യഹൂദയുടെ പാപം ദൈവം ഇരുമ്പെഴുത്താണി കൊണ്ട് അവരെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ മനസാക്ഷിയിൽ കൂടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയിരിക്കുകയാണ്. അതുകൂടെ നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപം ദൈവം കാണുക മാത്രമല്ല, നമ്മുടെ മനസാക്ഷിയുടെ പലകയിൽ ആ പാപത്തെ വജ്രം കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഇമോഷൻ കൊണ്ട്, വികാരം കൊണ്ട് അതൊക്കെ മറന്നു പോകുമെങ്കിലും അതെല്ലാം ഓർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. കാരണം നമ്മുടെ ചിന്തകൾ പോലും അവൻ അറിയുന്നു, നമ്മുടെ എല്ലാ വഴികളും അവൻ അറിയുന്നു. എല്ലാ പാപവും എഴുതി വച്ചിരിക്കുക. ആകയാൽ ഇത്ര വലിയവനായ ദൈവത്തിങ്കിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ഒളിച്ചു പോകാൻ കഴിയും? സഭാപ്രസംഗി 12:14 വായിച്ചാട്ട്. The book of Ecclesiastes chapter 12 verse 14. സഭാപ്രസംഗി 12:14. സഭാപ്രസംഗി 12:14 വായിച്ചാട്ട്. Ecclesiastes chapter 12 verse 14. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. For God shall bring every work into judgment with every secret thing, whether it be good or whether it be evil. എല്ലാം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അതെങ്ങനെയാണ് ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത്? സങ്കീർത്തനം 90:3, Psalms 90 verse 3. എങ്ങനെയാണ് ദൈവം ഇതെല്ലാം ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്നത്? സങ്കീർത്തനം 90:3, Psalm 90 verse 3 വായിച്ചാൽ. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. Thou turnest man to destruction and says, return ye children of men. മനുഷ്യനെ മണ്ണിലേക്ക് തിരികെ ചേരുമാറാക്കുന്നു. അവന്റെ ശരീരം ഒടുവക്ഷെ ദ്രഹിച്ചു പോയെങ്കിലും അവന്റെ ആത്മാവും പ്രാണനും ദ്രഹിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് വലിയവനായ ദൈവം പറയുവാൻ പോയാണ്, children of men return. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. വലിയവനായ ദൈവം സകല മനുഷ്യരെയും തിരികെ വരുവാൻ കൽപ്പിക്കുമ്പോൾ എല്ലാവരും തിരികെ വന്നേ മതിയാകെയുള്ളൂ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെ വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം
11 മുതൽ 15. നിങ്ങൾക്ക് അറിയാവുന്ന വചനമായതുകൊണ്ട് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച് ഞാൻ മുമ്പിൽ പോകുകയാണ്. The book of Revelation chapter 20 verse 11 to 15. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെ. Revelation 20, 11 to 15. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. And I saw a great white throne and him that sat on it, from whose face the earth and the heaven fled away, and there was found no place for them. And I saw the dead, small and great, stand before God, and the books were opened. And another book was opened, which is the book of life. And the dead were judged out of those things which were written in the books according to their works. And the sea gave up the dead which were in it. And death and hell delivered up the dead which were in them. And they were judged every man according to their works. And death and hell were cast into the lake of fire. This is the second death. And whosoever was not found written in the book of life was cast into the lake of fire. ഇവിടെ നാം വായിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനം മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ഹല്ലേലൂയ. മരിച്ചവർ ആബാലവൃത്തം അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന വണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക വിധിയുണ്ടായി. ഇന്ന് ചിലർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോൾ, ഇനി ഈ നരകം പിടിച്ച ലോകത്ത് ജീവിക്കേണ്ടെന്ന് വിരിച്ച് പെട്ടെന്ന് അവർ വിഷം കഴിക്കുകയോ ഏതെങ്കിലും ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്തിട്ട് അവർ വിചാരിക്കുന്നത് ഈ പ്രയാസം ഞാൻ മാറിപ്പോയി എന്ന്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതോടെ അവർ ചെന്ന് ചേരുന്നത് ഏറ്റവും വലിയ യാതനാ സ്ഥലത്താണ്. എന്നാൽ അതുകൊണ്ട് കാര്യം തീരുന്നില്ല. ഒടുവിൽ സകല മനുഷ്യരെയും, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ, വലിയവരും ചെറിയവരും എല്ലാവരും. പ്രിയമുള്ളവരെ, ഇതൊരു കഥയല്ല. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് വചനം പ്രസംഗിക്കുന്നത് ഒരു സത്യമാണെങ്കിൽ, ഒരു റിയാലിറ്റി ആണെങ്കിൽ, ഒരു വാസ്തവമാണെങ്കിൽ, ഒരു ന്യായത്തിൻ്റെ സിംഹാസനം മുൻപിൽ സകല മനുഷ്യരും നിൽക്കേണ്ടതായ സമയം വരുന്നു. എല്ലാവരും അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ പുസ്തകങ്ങൾ തുറന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകമാണ് നമ്മുടെ ഓർമ്മയുടെ പുസ്തകം. അവർ ഓൺ വീഡിയോ. മനുഷ്യരാകും നമുക്കെല്ലാവർക്കും ഓരോ വീഡിയോ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം. ഇവിടെ ഇപ്പോൾ പ്രിയ സഹോദരൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോൾ അവസരമുണ്ടോ അതല്ല. അതുപോലെ പ്രിയ സഹോദര സഹോദരി, നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അഴുക്ക് കാര്യങ്ങളും നിന്റെ മനസാക്ഷിയാകുന്ന വീഡിയോയിൽ കൂടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയിൽ കൂടെ. ആ ഓർമ്മയും മനസാക്ഷി എല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ, എല്ലാം കൂടി യോജിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത സകല കാര്യങ്ങളും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം വെളിപ്പെടും. ഒന്നുപോലും മറഞ്ഞിരിക്കയില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ നിന്നത് ആ സമയത്ത് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങളുടെ ഓർമ്മ വരും, നീ ഇന്ന കാര്യം കൊണ്ടാണ് ഇവിടെ വന്ന് നിന്നത്, എന്തുകൊണ്ടാണ് നീ അങ്ങനെ സംസാരിച്ചത് എന്ന് അപ്പോൾ വെളിപ്പെടും. നീ തന്നെ നിന്നെ ന്യായം വിധിക്കേണ്ട നില വരുന്ന അവസ്ഥയാണ്. പുസ്തകങ്ങൾ തുറന്നു. അതുകൂടാതെ ദൈവം വേറെ സാക്ഷികളെയും നമുക്കെതിരായി കൊണ്ടുവരുന്നുണ്ട്. യോബിന്റെ പുസ്തകം 20:27 വായിച്ചാൽ, ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 20 വേഴ്സ് 27. യോബിന്റെ പുസ്തകം
20-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും, ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. The heaven shall reveal his iniquity and the earth shall rise up against him. നാം പരസ്യമായി ചെയ്ത പാപങ്ങളെ ആകാശവും ഭൂമിയും വന്ന് സാക്ഷ്യം പറയും. ദൈവം സിംഹാസനം ഇരിക്കുകയാണ്, ഞാനും നിങ്ങളും സാക്ഷ്യ കൂട്ടിൽ നിൽക്കുകയാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂടാതെ പുറമേ പരസ്യമായി ചെയ്ത പാപം ഭൂമി വന്ന് നമുക്കെതിരായി പറയും, ഇവൻ ഇന്ന പാപം ചെയ്തു. അവിടെ ഒരുത്തരുടെയും കൈമുടക്കോ അല്ലെങ്കിൽ കൈക്കൂലിയോ നടക്കയില്ല. ഭൂമി വന്ന് സാക്ഷി പറയുമ്പോൾ പക്ഷാഭേദം പറയില്ല. കാരണം ഭൂമിയിൽ ഹിന്ദു നെല്ല് വിതച്ചാലും ക്രിസ്ത്യൻ നെല്ല് വിതച്ചാലും മുസ്ലിം നെല്ല് വിതച്ചാലും എല്ലാവർക്കും ഒരുപോലെ ഫലം കൊടുക്കുന്നു. ഒരു പക്ഷാഭേദവും കാണിക്കില്ല. അതുപോലെ മഴ പെയ്യുമ്പോൾ ആരുടെ ഭൂമിയിലേക്കാണ് ദൈവം ഇല്ല എന്ന് പറയുന്നവൻ്റെ ഭൂമിയിലും മഴ ദൈവം അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും നമുക്കെതിരായി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നതായ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ട് യെശയ്യാവിൻ്റെ പുസ്തകം യഹോവയായ ദൈവം ഭൂമിയോട് പറയുന്നത്. ഐസയ chapter 1 verse 2 and 3. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. Hear your heavens and give ear, O earth, for the Lord hath spoken. I have nourished and brought up children, and they have rebelled against me. The ox knows his owner, and the ass his master's crib, but Israel did not know, my people that not consider. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. യഹോവയായ ദൈവം പറയുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഇന്ന് അനേകർക്കും തങ്ങളുടെ ഉടയവനെ അറിഞ്ഞുകൂടാ. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എവിടെന്ന് വല്ലതും കിട്ടുമോ അവിടെ മുട്ടുമടക്കുന്ന സ്വഭാവം ഇന്ന് മനുഷ്യന് വന്നിരിക്കുകയാണ്. ഭൗതികമായി നന്മ എവിടെ വരുന്നോ അതൊരു മലയിൽ നിന്നാണെങ്കിൽ ആ മലയിൽ കയറി മുട്ടുകുത്തും. അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വരുന്നെങ്കിൽ അവിടെ മുട്ടുകുത്തും. മെഴുകുതിരി കത്തിച്ചാൽ കാര്യം നടക്കും, മെഴുകുതിരി കത്തിക്കും. പ്രിയ സഹോദര സഹോദരി, യഹോവയായ ദൈവം പറയുന്നത്, നീ അവിടെ ഇവിടെയും മുട്ടുകുത്തി നിനക്കുള്ളതെല്ലാം നീ പ്രാപിക്കുന്നുവെങ്കിലും നിന്റെ സൃഷ്ടാവ് നിന്നെ പിടിക്കുന്ന ഒരു നാളുണ്ട്. അവിടെ മുട്ടുകുത്തി, ഇവിടെ മുട്ടുകുത്തി, അവിടെ മെഴുകുതിരി കത്തിച്ചു, അവിടെ മല കയറി, ആവശ്യമുള്ളതെല്ലാം പ്രാപിച്ചു, നിന്റെ ശരീരത്തിലുള്ളതെല്ലാം ചെയ്തു. മനുഷ്യ, നിന്റെ ആത്മാവിനും പ്രാണനും നീ എന്തു ചെയ്തു? അവിടെ ഇവിടെ ഈ മുട്ടുകുത്തി എല്ലാം കിട്ടി. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഭൂമിയെ ചെവി തരിക, കാള ഉടയവനെ അറിയുന്നു. ബുദ്ധിയില്ലാത്ത കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു. എന്നാൽ ഇന്ന് മനുഷ്യർ തങ്ങളുടെ സൃഷ്ടിതാവിനെ അറിയുന്നില്ല. സൃഷ്ടിതാവിനെ അറിയുന്നില്ല. സൃഷ്ടിതാവിനെ അറിയാതെ എങ്ങനെയെങ്കിലും വല്ലതും ലഭിക്കുവാൻ നാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ മതി. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ കുറച്ച് മെഴുകുതിരി കത്തിച്ചാൽ എൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെടുമോ? സൂര്യനെ പോലെ എത്രയോ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവം, എത്രയോ വലിയ പ്രകാശങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ എന്തുവാ? പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. പാപം നിന്നെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത് ഞാൻ കാണുന്നു. പാപം പുറമേ ഉള്ള ചില നേർച്ച കാഴ്ചകൾ കൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെന്ന് ചിന്തിച്ച് പോകുന്ന മനുഷ്യ, പാപത്തിന്റെ കയറ്
നിന്നെ കെട്ടിയിരിക്കുകയാണ്. അത് നിന്നെ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയേ ചെവി തരിക. ഞാൻ മനുഷ്യന് വേണ്ടതെല്ലാം കൊടുത്തുന്നു എങ്കിലും മനുഷ്യൻ എന്നെ വേണ്ട. അവൻ്റെ ശരീരത്തിനുള്ളത് അവന് മതി. അങ്ങനെ അവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവ സ്നേഹത്തോടെ നമ്മെ വിളിക്കുകയാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം, ഹബക്കൂക്ക് അതിൻ്റെ 2:11 വായിച്ചാട്ട്. ദ ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 11. ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 11. ഹബക്കൂക്ക് 2:11. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നു. For the stone shall cry out of the wall and the beam out of the timber shall answer it. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും. ഇപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് ടേപ്പ് റെക്കോർഡറും വീഡിയോ റെക്കോർഡിങ്ങും. അത് വീണ്ടും പ്ലേ ചെയ്ത് കാണാം. എന്നാൽ ദൈവം, അത്യുന്നതനായ ദൈവം നാം രഹസ്യത്തിൽ ചെയ്ത പാപത്തെ വെളിപ്പെടുത്താൻ പറയുമ്പോൾ നമ്മുടെ മനസാക്ഷി ആ പാപത്തെ ഓർപ്പിക്കും. അതോടുകൂടെ നീ ഏത് മുറിയിലാണ് ചെയ്തത്, ആ മുറിയിലെ കല്ല് വന്ന് നിനക്കെതിരായി സാക്ഷ്യം പറയും. ആ തുലാത്തിന്റെ ഉത്തരം വന്ന് സാക്ഷ്യം പറയും. ഞാൻ സത്യവചനം നിങ്ങളോട് പറയുന്നു, സത്യവചനം. ഈ വചനം വെച്ചിട്ടാണ് ദൈവം ന്യായം വിധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാപം ദൈവം കണ്ടിട്ടില്ല എന്ന് പറയാതെ അതെല്ലാം നിന്റെ ഹൃദയത്തിന് മനസാക്ഷിയിൽ വജ്രമുന കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. അത് ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ വരികയാണ്. യെരമ്യാ പ്രവചനം 2:22 വായിച്ചാട്ട്. യെരമ്യാ പ്രവചനം 2:22. The book of Jeremiah chapter 2 verse 22. നീ ധാരാളം ചവർക്കാരം തേച്ചു ചാരവെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. For though thou wilt wash thee with nitre and take thee much soap, yet thine iniquity is marked before me, saith the Lord. നീ ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എൻ്റെ മുൻപിൽ മലിനമായിരിക്കുന്ന യഹോവയായ കർത്താവ് അരുളി ചെയ്യും. പ്രിയ സഹോദര, പാപം ശരീരത്തിന്മേലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും തീർത്ഥസ്ഥാനങ്ങളിൽ പോയി കുളിച്ച് ശുദ്ധമാകുമായിരുന്നു. എന്നാൽ അത് പ്രാണനിലും ആത്മാവിലുമാണ് ആയിരിക്കുന്നത്. അത് പ്രാണനിലും ആത്മാവിലുമാണ് ആയിരിക്കുന്നത്. എവിടെ പോയി കഴുകിയാലും ശുദ്ധമാകയില്ല. എത്ര നേർച്ച നേർന്നാലും ശുദ്ധമാകയില്ല. എത്ര പണം കൊടുത്താലും ശുദ്ധമാകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, നമ്മളിപ്പോൾ പാപം ചെയ്യുന്നു. മധ്യസ്ഥന്മാരാകുന്ന വിലയേറിയ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ വരുമെന്നൊരു ചിന്ത നമ്മുടെ മധ്യത്തിലുണ്ട്. 1 തിമോത്തിയോസ് 2:5 വായിച്ചാട്ട്. 1 Timothy chapter 2 verse 5. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. For there is one God and one mediator between God and men, the man Christ Jesus. ഈ പട്ടണത്തിലുള്ള, ഈ കോതമംഗലത്തും ചുറ്റുപാടുമുള്ള ദൈവജനമേ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അത് കർത്താവാകുന്ന യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനുമില്ല. കാരണം പാപത്തിന് വില കൊടുത്തത് ഒരാൾ മാത്രം, ഒരൊറ്റയാൾ മാത്രമേ പാപത്തിന് വില കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥൻ ഒരാൾ മാത്രം. നിങ്ങളിൽ പലരും മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നു. അതിപ്പോൾ നിർത്തണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മധ്യസ്ഥന്മാരായ പുണ്യവാളന്മാരായ അനേകർ
അനേക നല്ല കാര്യങ്ങൾ ചെയ്തു. പ്രിയമുള്ളവരെ, അവരെല്ലാം മരിച്ചു വിശ്രമിക്കുന്നു. അവരാരും ദൈവത്തോട് സംസാരിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് ജനനം കൊടുത്ത മറിയ സഹോദരി, ആ മറിയ സഹോദരിയെ അനേകരും ദൈവത്തിൻ്റെ അമ്മയായി ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നിത്യനായ ദൈവത്തിന് ഒരമ്മയുമില്ല, അപ്പനുമില്ല. അവൻ തന്നെ സത്യദൈവം. മറിയ സഹോദരി തന്നെ പറയുകയാണ്, എനിക്ക് കരുണ ലഭിച്ചു. ആ മറിയ സഹോദരിയും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നെടുത്തുള്ളപ്പെടുത്ത ശേഷം 120 പേര് കാത്തിരുന്നതോടുകൂടെ മറിയ സഹോദരിയും പരിശുദ്ധാത്മനിറവിന് വേണ്ടി കാത്തിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിച്ച ശേഷം മറിയ സഹോദരിക്ക് വീണ്ടും മക്കളുണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിച്ചാൽ, മർക്കോസിന്റെ മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് 1 onwards വായിച്ചാൽ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്ന് അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളികളിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന് ഇവനെ കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നിവരുടെ സഹോദരന്മാരുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. ഇവിടെ നാം വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ച ശേഷം അവരുടെ സ്വന്തം നഗരത്തിലേക്ക് ചെന്നു. അപ്പോൾ അവരെ, കാരണം അവിടെ അവൻ തച്ചനായി പ്രവർത്തിച്ചവനാണ്, അവരെ സ്വീകരിപ്പാൻ ഒരുങ്ങിയില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ? പ്രിയമുള്ളവരെ, അറിയാതെ നാം ചിലപ്പോൾ ചിന്തിച്ചു പോകും, യേശുവിന് ജന്മം കൊടുത്ത മറിയ സഹോദരി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ആ മറിയ സഹോദരി വിശ്രമിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മറിയ സഹോദരിയോട് ചോദിക്കും, സഹോദരി, നിനക്ക് വേണ്ടി കേരളത്തിൽ നിന്നും ലോകത്തു നിന്നും ഒരുപാട് പേര് പ്രാർത്ഥിച്ചല്ലോ, ഏതെല്ലാം പ്രാർത്ഥന കേട്ടു? അപ്പോൾ സഹോദരി എന്നോട് പറയും, പ്രിയ സഹോദര ശാമുവേലേ, കാഹളം കേട്ടപ്പോൾ നീ ഉണർന്നതുപോലെ ഞാനും ഉണർന്നു. നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ വന്നത്. എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങളെ കുറ്റപ്പെടുത്തുവാനോ നിങ്ങളെ വിമർശിക്കുവാനോ അല്ല. പാപക്കയറ് നിങ്ങളുടെ മേൽ കിടക്കുമ്പോൾ വഞ്ചകനാകുന്ന സാത്താൻ പലവിധ വഞ്ചനയാൽ നിങ്ങളെ വഞ്ചിച്ച് കെട്ടിയിരിക്കുമ്പോൾ, നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഈ സത്യം പറഞ്ഞേ മതിയാകൂ. ആകയാൽ ഞാൻ ഹൃദയംഗമായി ആഴമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് ശരീരജന്മം കൊടുത്ത മറിയ സഹോദരിക്ക് ലഭിച്ച ഭാഗ്യം 9 മാസം വലിയവനായ ദൈവത്തിൻ്റെ പുത്രന് അവളുടെ ഗർഭം വാടകയ്ക്ക്, അല്ലെങ്കിൽ 9 മാസത്തേക്ക് കൊടുത്തു. അതിനുശേഷമാണ് കർത്താവ് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ യോഹന്നാനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തെ കോട്ടി മാറ്റി ശത്രുവാകുന്നവൻ ഭൗതികമാകുന്ന നന്മകൾ തന്ന് നിങ്ങളെ വഞ്ചിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഞാൻ ഭാരത്തോടെ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, മധ്യസ്ഥൻ ഒരുത്തൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മാത്രമേ എനിക്ക് നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നുള്ളൂ. യേശു ക്രിസ്തു മാത്രമേ എൻ്റെയും നിൻ്റെയും പാപം വഹിച്ചുള്ളൂ. ആകയാൽ
നാം ദൈവത്തിൻ്റെ സിംഹാസനം നിൽക്കുമ്പോൾ ഒരു മധ്യസ്ഥന്മാരുടെയും സഹായം അവിടെ ലഭിക്കയില്ല. കൊട്ടാരക്കരയായിരുന്നപ്പോൾ ഒരു പ്രിയ അപ്പച്ചനോട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പച്ചൻ വിചാരിക്കുന്നുണ്ടായിരിക്കും, മരിച്ചു കഴിഞ്ഞിട്ട് മക്കൾ എന്നെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലാക്കും. പ്രിയമുള്ളവരെ, മരിച്ച ശേഷം എത്ര പ്രാർത്ഥന കഴിച്ചാലും ഒന്നും നടക്കയില്ല. ജീവനോടിരിക്കുമ്പോൾ നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചാൽ നിത്യജീവൻ ലഭിക്കും. അല്ല എങ്കിൽ എൻ്റെ സഹോദരാ, നരകത്തീയിൽ വെന്തുരുകുമേ. അതുകൊണ്ട് മധ്യസ്ഥന്മാരാരുമില്ല, ഒരൊറ്റയാൾ മാത്രം. അത് കർത്താവായ യേശു ക്രിസ്തു. കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളൂ. അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ ഞാൻ പാപിയാ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. റോമാലേഖനം 6:20 ഞാൻ പെട്ടെന്ന് നിർത്താം. റോമാലേഖനം 6:23. Romans chapter 6 verse 23. Romans chapter 6 verse 23. റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. For the wages of sin is death, but the gift of God is eternal life through Christ Jesus our Lord. മരണം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. It is a passage. It's an exit. മരണം എന്ന് പറയുന്നത് ഒരു വഴിയാണ്. ശാരീരിക മരണം എന്ന് പറയുന്നത്, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ ബോണ്ട് എക്സിറ്റ്, പുറത്തേക്കുള്ള വഴി. അതുപോലെ മരണമെന്ന് പറയുന്നത്, ഈ നമ്മുടെ ജീവിതത്തിലുള്ള ശാരീരിക മരണമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനും പ്രാണനും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി മാത്രമാണ്. ആ വഴിയിൽ കൂടെ വെളിയിൽ പോയാൽ രണ്ട് സ്ഥലത്ത് പോകും. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും, രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ യാതനാ സ്ഥലത്തേക്ക് പോകും. യേശു ക്രിസ്തുവിൽ കൂടെ പാപങ്ങൾക്ക് ക്ഷമ പ്രാപിച്ചവരാണെങ്കിൽ വിശ്രമ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അല്ല എങ്കിൽ ആ എക്സിറ്റിൽ കൂടെ പോയി യാതനാ സ്ഥലത്തേക്ക് പോകും. അതുകൊണ്ട് മരണം ഒരു സ്ഥലമല്ല, മരണം ഒരു വീടല്ല, മരണം ഈസ് എൻ എക്സിറ്റ്, പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയാണ്. ആ പുറത്തേക്ക് പോകാനുള്ള വഴിയിൽ കൂടെ ഒന്നുകിൽ യാതനാ സ്ഥലത്തേക്ക് പോകും, അല്ല എങ്കിൽ വിശ്രമത്തിലേക്ക്. എന്നാൽ യാതനാ സ്ഥലത്തേക്ക് പോകുന്നവരെ കർത്താവ് യഹോവയായ ദൈവം വീണ്ടും വിളിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. തീപ്പൊയ്കയിലേക്ക്, ഒടുവിലത്തെ ന്യായവിധിയുടെ സിംഹാസനം മുമ്പിൽ നിർത്തി തീപ്പൊയ്കയിലേക്ക് തള്ളിവിടും. അങ്ങനെ നാം എല്ലാവരും മരണത്തിന് അധീനരായി പോകുമ്പോൾ ഇതാ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം ഒരു മേൽ ചുമത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 53:6 വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 53:6. ഐസയ്യാ ചാപ്റ്റർ 53 വേഴ്സ് 6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നാം എല്ലാവരും, all we like sheep have gone astray, we have gone, turned everyone to his own way, and the Lord hath laid on iniquity of us all. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യം അവന്റെ മേലാക്കി. യോഹന്നാൻ സ്നാപകൻ അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:29 വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 1:29. John chapter 1 verse 29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Behold, the next day John see Jesus coming unto him and said, behold the Lamb of God which taketh away the sin of the world. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം.